ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മുടെ അനുമോൾക്കെതിരെ ഓരോരോ യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അനുമോൾ PR കൊണ്ടാണ് കപ്പടിച്ചത്, അനുമോൾ ഹൗസിനകത്ത് അങ്ങനെയായിരുന്നു, അനുമോൾ ഹൗസിനകത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് അനുമോൾ ഉണ്ടായിരുന്നപ്പോഴും കോണ്ടൻറ്റ് അനുമോൾ തന്നെയായിരുന്നു. ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോഴും എല്ലാവരുടെയും കോണ്ടൻറ്റ് അനുമോൾ തന്നെയാണ്. എല്ലാവർക്കും സംസാരിക്കാനുള്ളത് അനുമോളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു മറുപടിയായിട്ട് അനുമോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ലൈവിനെ കുറിച്ചല്ല. ഇന്നലെ അനുമോളുടെ യൂട്യൂബ് ചാനലിൽ അനുമോളും പ്രവീണും കൂടി ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന വൈൽഡ് കാർഡ് എൻട്രിയായിട്ട് കയറിയ പ്രവീണുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ, അതൊരു ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കോൺവെർസേഷൻ, ആ ഒരു വീഡിയോ അനുമോളുടെ യൂട്യൂബ് ചാനലിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പുറകെ നടന്ന് വേട്ടയാടുന്ന വേട്ടനായ്ക്കൾക്കുള്ള ഒരു മറുപടി അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റും ആ ഒരു വിഷയമാണ്. ആ മറുപടി എനിക്കങ്ങോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത, കണക്റ്റ് ആവാത്തൊരു കാര്യം അനുമോൾ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് നമ്മുടെ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്തു വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വീഡിയോയിലേക്ക് പോകാം അല്ലേ. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിഗ് ബോസിൻ്റെ ചർച്ചകൾ അവസാനിക്കുന്നില്ല. അതിനെയും മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിലുള്ള പല കണ്ടസ്റ്റൻസും ഇപ്പോഴും ഓരോരോ ചാനലുകളിൽ കയറിയിരുന്നിട്ട് ചർച്ചയ്ക്കാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയാണ്. വിഷയം ഒന്ന് തന്നെയാണ്, അനുമോൾ, PR, പ്ലാച്ചി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ. പ്ലാച്ചിയെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാനുണ്ട്, വളരെ വിശദമായിട്ട് ചെയ്യാനുണ്ട്. അതിനകത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാനുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ പല കണ്ടസ്റ്റൻസും മുന്നോട്ടുള്ള യാത്രയ്ക്കൊപ്പം തന്നെ പല ചാനലുകളിൽ പോയിരുന്നിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂവിലെല്ലാം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയ തന്നെയാണ്. അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, മറ്റതും മറിച്ചതും ആടെ കോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം പ്രധാന വിഷയം, പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അനുമോളാണ്. അനുമോളുടെ ഈ കപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്കിപ്പോഴും പറ്റിയിട്ടില്ല. എന്നിട്ടും ഇവരൊന്നിരുന്ന് പറയുന്നു അനുമോൾ കപ്പടിച്ചു, പക്ഷെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ, അതായത് ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ശരിക്കും അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ഈ പറയുന്നവർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം അനുമോളുടെ ലൈവിനകത്ത് ഏകദേശം ഞാൻ ആ ലൈവ് കാണുന്ന സമയത്ത് 4 ലക്ഷമാണ് അതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. അതായത് ലൈവ് ഇട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം വ്യൂസ് ആ ലൈവിന് വന്നിട്ടുണ്ട്. അറ്റ് എ ടൈമിൽ ഏകദേശം 11,000 എബോ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനായിക്കോട്ടെ ഒപ്പോസ് ചെയ്യാനായിക്കോട്ടെ ആ ലൈവിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ കമൻറ്റ് വായിച്ചു പോകുമ്പോൾ അതിനകത്ത് സൂപ്പർ ചാറ്റ് വഴി പേയ്മെൻറ്റ് വന്നത്. ആ പേയ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾ പറയണ്ടായിരുന്നു, നിങ്ങൾ ആരും കാശ് ഇടരുത്, കാശിട്ടാൽ ഞാൻ ലൈവിലേക്ക് ഇനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ലൈവിൻ്റെ കാര്യം. ഇന്നലെ ഈ ഒരു സംഭവത്തിലേക്ക് വന്നിട്ട്, ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ട് അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലത്തെ 1-2 പോയിന്റ് മാത്രം ഞാനെടുത്ത് സംസാരിക്കാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രവീണും അനുമോളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ. കുക്ക് ചെയ്യൂ, ഒരു ക്വസ്റ്റ്യൻ, കുക്ക് ചെയ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പലരുടെ ഉള്ളിലുള്ള ചോദ്യമായിരുന്നു അനുമോൾ കുക്ക് ചെയ്യൂ. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഹൗസിനകത്ത് അനുമോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുക്കിംഗ് അറിയില്ല, പക്ഷേ ഞാനിവിടെ ആഹാരം വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അനുമോൾ അവിടെ കുക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് അറിയാത്ത ഒരാൾ കുക്ക് ചെയ്യുന്ന പോലെ തോന്നില്ല. അതെനിക്കും തോന്നിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഇങ്ങനെ പറയുന്നത്. അതിനുശേഷം കുറേയധികം വീഡിയോസ് വന്നു. MG ശ്രീകുമാർ സാറിൻ്റെ ഒരു ഷോക്കകത്ത് അനുമോൾ പറയുന്നു എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നു, പൊറോട്ട വരെ അടിക്കാൻ അറിയാം എന്ന് പറയുന്നുണ്ട്. വേറെ 1-2 കുക്കറി ഷോയിലൊക്കെ അനുമോൾ പങ്കെടുത്തിട്ടുണ്ട്. കുക്കിംഗ് അറിയാത്ത ഒരാൾ ഇത്തരം പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നു, കുക്കിംഗ് അറിയാമെന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ വാസ്തവമെന്ന് ഞാനും ചിന്തിച്ചൊരു പോയിന്റാണ്. ഓരോ വ്യക്തികളുടെയും ടാലൻറ്റ് ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടു നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും, ചില ആൾക്കാർ ചെയ്താൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ഇപ്പോൾ വീടുകൾ തന്നെ അമ്മമാരുടെ കൂടെ നിന്നിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളാണ് നമ്മളെ കൂടെ ഓരോന്നും ചെയ്യിപ്പിക്കുന്നത്. 1-2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, ഇത് 20-25 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് വന്നപ്പോഴാണ് അനുമോളുടെ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞ കാര്യം കള്ളമല്ലേ എന്ന് വന്നത്. അതിനെക്കുറിച്ച് അനുമോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. കുക്ക് വെച്ച് ഞാൻ ഈ കഞ്ഞി വെച്ചിട്ടില്ല. ഞാൻ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ മുമ്പൊക്കെ സഹായിച്ചു കൊടുക്കുമായിരുന്നു എന്തൊക്കെ ഉണ്ടാക്കാം. അതറിയാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ വീട്ടിൽ ചിക്കൻ കറി വെച്ചിട്ടില്ല, മീൻ കറി വെച്ചിട്ടില്ല, അതൊന്നുമില്ല. പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പോലും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാൾ ഉണ്ടാക്കാൻ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, ഇങ്ങനെ ഗസ് ചെയ്തുണ്ടാക്കും അങ്ങനെ. പിന്നെ ഞാൻ നമ്മുടെ MG സാറിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു പൊറോട്ട, അതെൻ്റെ ചേച്ചി ഹസ്ബൻഡ് പൊറോട്ട അടിക്കാൻ അറിയാം. പുള്ളി എന്നെ പഠിപ്പിച്ചു തന്നു. ഇപ്പം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അറിയാം ഇങ്ങനെ മാവ് കുഴച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ആ ടൈമിൽ ഞാൻ ഒന്നും പഠിച്ച് നോക്കിയതാണ്, അതാണ് ഉണ്ടാക്കാൻ അറിയാം. ആ പ്രായത്തിൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ കാർത്തിസിൻ്റെ ഇതിലും പറഞ്ഞു ഞാൻ എല്ലാം അറിയാമെന്ന് പറയുന്നത് എല്ലാം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ അറിയാവുന്നതാണ് കേട്ടോ, എല്ലാം അറിയാമെന്ന് പറയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ ഇതൊന്നും പഠിച്ചിട്ട് പോകുന്നതല്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു, പക്ഷേ എല്ലാം നമ്മൾ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. ഒരു കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടോ നമുക്കറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനൊക്കെ, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പഠിച്ചിട്ടല്ല അങ്ങോട്ട് പോയത്. അല്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ആ വീട്ടിൽ നല്ലപോലെ കുക്ക് ചെയ്ത് 2 പേര്, ഒരാൾ അനു,
ജിഷിനും അല്ലേ? നല്ല ഫുഡ് ഉണ്ടാക്കും, എനിക്ക് നല്ല ഭയങ്കര ടേസ്റ്റി അത്ഭുതം ഫുഡ്. തോന്നിയിട്ടുണ്ട് എന്നോട് തന്നെ. അതെ, ഞാനിത് കണ്ടപ്പോൾ എനിക്കും തോന്നിയൊരു കാര്യമാണ് ഇതെങ്ങനെയാണ് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയായിട്ട് കുക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പം എനിക്കാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ജീവിച്ച് പോകാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു കഴിവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അറിവ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പഠിച്ചത് ഇപ്പം എൻ്റെ അച്ഛൻ നല്ലൊരു കുക്കാണ്, അച്ഛന് ഹോട്ടലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ കടകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ സംഭവം പഠിക്കുന്നതല്ല മനസ്സിലാക്കുന്നത്. പഠിച്ചു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല, ഇപ്പോഴും കുറ്റങ്ങളൊക്കെ വരാറുണ്ട്. ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കുക്കിങ്ങിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഉപ്പ് കൂടാം, ചിലപ്പോൾ എരിവ് കൂടാം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് എനിക്കിപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നു. അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ അതോ അറിയില്ലാത്തതുകൊണ്ടാണോ, ഇതെനിക്ക് അറിയില്ല കേട്ടോ. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ഈ പരസ്പരം ചെളി വാരി എറിയുന്നവരെക്കുറിച്ച് അനുമോള് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. അല്ല, ഇപ്പോൾ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം വേറെ കണ്ടസ്റ്റൻസ് അതിനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു, വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അതിനോട് എന്താ തോന്നുന്നത്? എനിക്കൊന്നും തോന്നാനില്ല. സ്വയം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അറിയത്തില്ല എന്തിനാന്ന്. അവിടെ നിന്ന് കഴിഞ്ഞു, ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞു, ഇറങ്ങി, എനിക്ക് കപ്പും കിട്ടി, ഞാൻ പോകുന്നു, ഞാൻ ഹാപ്പിയായിട്ട് ഞാൻ പോകുന്നു. പലർക്കും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത്. പലരുടെയും വിചാരം അവരുടെ മിസ്റ്റേക്കുകൾ കൊണ്ടല്ല അവർ പുറത്തു പോയത്, എല്ലാം ഈ PR കാരണമാണ്. ഇപ്പോൾ അനുവിൻ്റെ PR ആയിരുന്ന വിനു എന്നെ വന്ന് പറയുന്നുണ്ട്, ബിൻസി പോവേണ്ട ആഴ്ച പോകേണ്ടത് ശൈത്യയാണ്, ആ ആഴ്ച വോട്ട് മേടിച്ചു കൊടുത്ത് ജയിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഒരു പക്ഷേ ഒരു 1000-2000 വോട്ടൊക്കെ മേടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ വിന്നറെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു PR പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം ലക്ഷക്കണക്കിന്, ഇപ്പം അനുമോളുടെ കാര്യത്തിൽ തന്നെ 16 ലക്ഷം വോട്ടാണ് അനുമോൾക്ക് കിട്ടിയതെന്നാണ് അറിവ്. 16 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഒരു വോട്ടിന് 1 രൂപ വെച്ച് കൊടുത്താൽ പോലും 16 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അനുമോളുടെ ജെന്യൂനായിട്ടുള്ള കുറേ ഫാൻസ്, ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഫാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവസാനത്തെ 2 ആഴ്ചയാണ് അനുമോൾക്ക് വോട്ട് ചെയ്തത്, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഞാൻ ആരാണോ ആ സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് കളിച്ചത് അവർക്ക് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അവസാനത്തെ 2 ആഴ്ച അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ ചിന്തിച്ചിട്ട് അനുമോൾക്ക് വോട്ട് ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ, ഒരുപാട് അമ്മമാർ. അനുമോളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് കാണണം, ഇഷ്ടം പോലെ സ്ത്രീകളാണ് കമൻറ്റ് ചെയ്യുന്നത്, അനുമോളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ അനുമോളുടെ വീഡിയോയിലേക്ക് പോകണ്ട, നമ്മളിട്ട ഓരോ വീഡിയോ എടുത്ത് നോക്കി അറിയാൻ പറ്റും എത്രമാത്രം ആൾക്കാരാണ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തത്. അതൊന്നും PR അല്ല. കാരണം ഗെയിം കഴിഞ്ഞതിന് ശേഷം പോലും, ഗെയിം ഉള്ള സമയത്ത്, ഇപ്പം ബിഗ് ബോസിൽ ഗെയിം നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് പറയാം PR വാരിക്കൊരു കമൻറ്റ് ഇടുന്നു പറയാം. ഗെയിം കഴിഞ്ഞിട്ട് പിന്നെയും PR വന്ന് കമൻറ്റ് ഇടുന്നു പറയുന്നത് വിഡ്ഢിത്തരമാണ്. അപ്പോൾ അനുമോൾക്കൊരു ഫാൻ ബേസ് ഉണ്ട്, ആ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. ഒരാഴ്ചയൊക്കെ PR കൊണ്ട് ചിലപ്പോൾ ഒരാളെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിക്കാൻ പറ്റുമായിരിക്കും, വോട്ടുകൾ മറിച്ചും. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, എങ്ങനെയാണ് ഈ വോട്ടിൻ്റെ എണ്ണമൊക്കെ ഈ PR അറിയുന്നതെന്നുള്ളതാണ്. അവിടെ ആൾക്കാരുണ്ടാവുമായിരിക്കും, നമുക്കതേക്കുറിച്ച് അറിയില്ല. ബിൻസി പോയ വീക്കിൽ പോകേണ്ടിരുന്നത് ശൈത്യയാണെന്ന് വിനു വന്ന് പറയുന്നുണ്ടായിരുന്നു. വോട്ട് മറിച്ചിട്ട് തന്നെയാണ് ശൈത്യ അവിടെ നിന്നതെന്ന് പറയുന്നു. ഒരു ഷോയുടെ വിന്നറെ തീരുമാനിക്കാൻ PR കൊണ്ട് പറ്റും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ലക്ഷക്കണക്കിന് വോട്ട് മേടിക്കുക, അത് ലക്ഷക്കണക്കിന് രൂപ വേണം. ഇപ്പോൾ ഒരു വോട്ടിന് 1 രൂപ വെച്ചാൽ ഞാൻ പറഞ്ഞു 16 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത്. 1 രൂപ വെച്ച കാര്യത്തിൽ മേടിക്കുമോ? 1000 രൂപ വെച്ചാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്നിട്ടും അവനവൻ്റെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരാളിൽ കുറ്റം ചാർത്തുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ചാനലിൽ കയറി നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അനുമോൾ ഇവിടെ പറയുന്നത്, പരസ്പരം ചെളിവാരി അറിയുന്നു. ശരിയല്ലേ? കളി കഴിഞ്ഞു, എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി. ഇപ്പോൾ അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഇനാഗുറേഷൻസും പ്രോഗ്രാമുകളായിട്ട് എൻഗേജ്ഡ് ആണ്. മറ്റോരോ കണ്ടസ്റ്റൻസും, ഇപ്പോൾ ആദില നൂറ ആയിക്കോട്ടെ, അവരും എൻഗേജ്ഡ് ആണ്. ഷാനവാസ്, അനീഷ്, എല്ലാവരും എൻഗേജ്ഡ് ആണ്. ചില ആൾക്കാർക്ക് മാത്രമാണ് ഇതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും. ഇപ്പോഴും കയറി നിന്നിട്ട് PR ഉണ്ടായിരുന്നെങ്കിൽ ഞാനവിടെ 95 ദിവസം നിന്ന് തന്നെ, PR ഉണ്ടായിരുന്നെങ്കിൽ ഞാനവിടെ കപ്പടിച്ചുകൊണ്ട് വന്നതന്നെ, ഒരു മാങ്ങാത്തുള്ളി നടക്കാൻ പോകുന്നില്ല. PR ഉണ്ടെന്ന് വെച്ചിട്ട് ഈ PR എന്താണെന്ന് പോലും ഇവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ലൈവിൽ കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പിസോഡിൽ കാണിച്ചൊന്നും വരില്ല. ആ ലൈവിൽ കാണിക്കുന്ന കാര്യം ഒരു പക്ഷേ അവരുടെ ഉദ്ദേശിക്കുന്ന കണ്ടസ്റ്റൻറ്റിന് ഗുണകരമായ കാര്യമായിരിക്കും. അത് കട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക, സോഷ്യൽ മീഡിയ പേജിൽ ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെയാണ് PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഒരു കാര്യമില്ലാണ്ട് പരസ്പരം എന്ത് ചെയ്യുന്നു? ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ആ ഒരു വാക്ക് തന്നെ പറയണം, ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ചെളിയെടുത്ത് ഇപ്പുറത്തെ പുറത്തെറിയുന്നു, എന്നിട്ട് സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഇൻ്റർവ്യൂ നിങ്ങൾ കൊടുക്കുമ്പോഴും, ഇപ്പോൾ ബിൻസി ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, മറ്റാരായിക്കോട്ടെ, ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും ഞാൻ വേറെ ആരെയും അങ്ങനെ അധികം ഇൻ്റർവ്യൂവിൽ കാണുന്നില്ല. ഇന്നലെയാണ് ജസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടത്, ഞാൻ കണ്ടില്ല എന്താണ് അതിനകത്തുള്ള കോണ്ടന്റ് എന്നുള്ളത് ഞാൻ കണ്ടില്ല. ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും പരസ്പരം ചെളിവാരി എറിഞ്ഞ് സ്വയം ഈ ചെളിവാരി എറിയുമ്പോൾ തന്നെ നമ്മളും മാറുകയാണെന്ന് ചിന്തിക്കുന്നില്ല. ഇതാണ് സത്യം. ബാക്കി നോക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി, എൻ്റെ ഫാമിലി നോക്കി ഹാപ്പി എനിക്ക് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വർക്കും കാര്യങ്ങളായോണ്ടല്ല, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ആൾക്കാർ എന്താണെങ്കിലും അറിയണം. അതറിയണമെന്ന് ഒരൊറ്റ ഉദ്ദേശത്തിലാണ് പോയത്, അല്ലാതെ ഞാൻ എപ്പോഴും പോസിറ്റീവ്. പലരുടെയും മനസ്സിലെ ചിന്ത അതായിരിക്കും, ഞാൻ എന്താണ്. ഞാനിപ്പം നാളെ ബിഗ് ബോസിൽ പോവുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒറ്റ തോട്ട് എന്ന് പറയുന്നത് ഫെയിം, ക്യാഷ് ഒരവിടെ നിൽക്കും. അതല്ലാണ്ട് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്താണ്, ഞാൻ മറ്റുള്ള ആൾക്കാരോട് ഇടപെടുന്നത് എങ്ങനെയാണ്,
ഞാൻ എങ്ങനെയാണ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത്. അങ്ങനെ അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം എപ്പിസോഡുകൾ കാണണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, ഈ കുറ്റം പറയുന്ന ഒരാൾ പോലും എപ്പിസോഡുകൾ കണ്ടിട്ടല്ല കുറ്റം പറയുന്നത്. കാര്യം അവർ തന്നെ പറയുന്നുണ്ട്, പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ പല ബൈറ്റുകൾ കൊടുക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല, എപ്പിസോഡ് കണ്ടാൽ സങ്കടം വരും. ശരിക്കും എപ്പിസോഡ് കണ്ടാൽ മാത്രമല്ലേ നമ്മൾ അവിടെ എന്താണ് ചെയ്തത്, എന്താണ് പെർഫോം ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ്. ഞാനൊരു പ്രോജക്റ്റ് ഡബ് ചെയ്യുമ്പോൾ, ഞാനൊരു സീരിയലോ അല്ലെങ്കിൽ സിനിമയോ എന്തോ ആയിക്കോട്ടെ ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ആ എപ്പിസോഡ് കണ്ടാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സീരിയൽ ഇഷ്ടമില്ലായിരുന്നു ഞാൻ. സീരിയസ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ അമ്മയോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചിരുന്നത് അമ്മ സീരിയൽ കാണുന്ന കാര്യത്തിലായിരുന്നു. 6 മണി മുതൽ രാത്രി 10 വരെ സീരിയൽ കാണുന്നൊരു അമ്മ സീരിയൽ പ്രേമിയാണ്. അപ്പോൾ വീട്ടിൽ കയറുമ്പോഴേക്കും 10 മണിക്ക് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചിരുന്ന ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ ഡബ് ചെയ്യുന്ന സീരിയലെങ്കിലും കണ്ടിന്യൂസ് കാണുന്നുണ്ട്, എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്നുണ്ട്. അതിനുവേണ്ടി സമയം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചാനലല്ല കാണുന്നത്, OTT വഴി തന്നെ കാണുന്നത്. ഞാൻ സമയം കണ്ടെത്തുന്നത് എൻ്റെ മിസ്റ്റേക്സ് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്ന ഒരു വ്യക്തി അവിടെ അയാൾ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയത് അത് മനസ്സിലായാൽ മാത്രമല്ലേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതിന് എപ്പിസോഡ് കണ്ടാലേ പറ്റുള്ളൂ. ലൈവോ എപ്പിസോഡ് കാണണം. ഇപ്പോൾ ഇറങ്ങിയ സ്ഥിതിക്ക് ലൈവ് കാണാൻ പറ്റാത്തതുകൊണ്ട് എപ്പിസോഡെങ്കിലും കണ്ടേ പറ്റൂ. ഇത് കാണാത്തവരാണ് ഈ പുറകേ നടന്ന് എന്ത് ചെയ്യുന്നത്, കുറ്റം പറയുന്നത്. ഇത് ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ നല്ലത്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ബിൻസിയുടെ ഒരു വീഡിയോ കണ്ടു. ബിൻസിയുടെ അമ്മയും കൂടി ഇരുന്നിട്ട് ചാച്ചൻ ഏറെ കയറിയിൽ അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് ബിൻസി ഒരു ചോദ്യമൊക്കെ അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ചോദ്യം ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും ഈ പോക്കാണെങ്കിൽ. അതുകൊണ്ട് അവനവൻ്റെ കാര്യം നോക്കി അവനവൻ്റെ പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോയാൽ, മറ്റുള്ളവരെ ചെളിവാരി അറിയാണ്ട് മുന്നോട്ട് പോയാൽ, ഞാൻ ബിൻസിയോട് മാത്രമല്ല പൊതുവേ പറയുന്നൊരു കാര്യമാണ്, ബിൻസിയാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം എൻ്റെ കണ്ണിൽ പെടുന്നത് ബിൻസിയുടെ ഇൻ്റർവ്യൂസ് ആണ് കൂടുതലും വരുന്നത്. ശാരിക വല്ലപ്പോഴും മാത്രമേ ഏതോ 1-2 ചാനലിൽ മാത്രം ഇൻ്റർവ്യൂ കണ്ടു. ബിൻസി ഓടിയാണ് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴാണ്. ഇതൊക്കെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി നോക്കാം. ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പൊ ഇന്ന് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ മോശം പറയും, അതിന്റെ പിറ്റേന്ന് ചിലപ്പോൾ നല്ലത് പറയും. നമ്മൾ നല്ലത് പറയുന്നു വെയിറ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കി ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് നല്ലതെന്ന് പറഞ്ഞ ആൾ എന്തായാലും മോശം പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അനുമോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അനുമോൾ ഇവിടം വരെ കൊണ്ടുവന്നത്, അതായത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നുണ്ടായിരിക്കും നെഗറ്റീവ് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട്. ഉറപ്പായിട്ടും അതിനൊരു എക്സാമ്പിളാണ് രേണു സുധി. രേണു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു 80-90% നെഗറ്റീവായിട്ടാണ് കയറി പോകുന്നത്. രേണുവിനെ കുറിച്ച് നമ്മൾ ഉൾപ്പെടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൗസിൽ നിന്നും ഇറങ്ങിയ രേണു എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിഫ്രഷ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഒരു നെഗറ്റീവ് പറയാനില്ല. തിരിച്ച് റീ എൻട്രി ചെയ്ത സമയത്താണെങ്കിൽ പോലും രേണു അവിടെ പോയിട്ട് അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ആരെങ്കിലും ബുള്ളി ചെയ്യാനോ സംസാരിക്കാനൊന്നും പോയിട്ടില്ല. അക്കാര്യത്തിൽ രേണുവിനെ സമ്മതിച്ചേ പറ്റും. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയണമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശാരിക വന്നിരുന്നത് ചെയ്ത ആ ഒരു വീഡിയോ, അതിനകത്ത് ശാരികയുടെ കൈയാണ് നന്നായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം തന്നെ പറഞ്ഞത്. പക്ഷേ രേണു അവിടെ ഇരുന്ന് കൊടുത്തു എന്നുള്ളതാണ് അങ്ങോട്ട് കൺവേ ആവാത്തൊരു കാര്യം. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് രേണു ഇപ്പോൾ ശരിക്കും പോകുന്നത് മീഡിയയുടെ മുമ്പിൽ അനാവശ്യമായിട്ടുള്ള സംസാരം ഇതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേറെന്തോ ഒരു വള്ളി പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. പക്ഷേ അതെന്താണെന്ന് അറിഞ്ഞില്ല. വ്യക്തം അലൻ ജോസ് പെരേരയുമായിട്ട് എന്തോ ഒരു, അത് അവരുടെ ഇഷ്ടമാണ്. അവർ എത്ര രൂപ പേയ്മെൻറ്റ് വാങ്ങണമെന്നുള്ള അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ആൾക്കാർ പലരും സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഇങ്ങനെ ഹൗസിനകത്ത് കയറുമ്പോൾ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവാം. പല ആൾക്കാരും പോസിറ്റീവായിട്ട് പുറത്തിറങ്ങി റീ എൻട്രി കയറിയിട്ട് നെഗറ്റീവായിട്ട് ഇറങ്ങിയ ആൾക്കാരുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ കയറി പോകുന്നത്. ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ കയറി പോകുന്നത്. പിന്നെ പുറത്തിറങ്ങിയിട്ട് വന്നിരുന്ന കരയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ വെള്ള പൂശാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് പല ഇൻ്റർവ്യൂ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. സോ മറ്റുള്ളവരോട് പറയാനുള്ള കാര്യം, അനുമോൾ പറഞ്ഞ പോലെ തന്നെ പരസ്പരം ചെളി വാരി എറിയാതിരിക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് അനുമോളുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അനുമോൾ പറഞ്ഞ കാര്യത്തിലും നമ്മുടെ അഭിപ്രായത്തിലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വരാം. സോ ഞാൻ രണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.